നമസ്കാരം. ജനം ടി വി അവതരിപ്പിക്കുന്ന സ്മാർട്ട് ബ്രെയിൻ സീസൺ 6 നോളജ് പാർട്ട്ണർ സ്റ്റഡി അറ്റ് ചാണക്യ, അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആകാശ്, ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാണ ഇൻസൈറ്റ്. ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക്, പുതിയ ഒരു മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവിന്റെ അങ്കത്തട്ടിൽ അടരാടുവാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് 3 കണ്ടസ്റ്റൻസ് ആണ്. വിവിധ സ്കൂളുകളിൽ നിന്നായി 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായി എത്തിയിരിക്കുന്ന 3 പേരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. കണ്ടസ്റ്റന്റ് 1. നമസ്കാരം, എൻ്റെ പേര് കല്യാണി. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ സെയിൻറ്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. എൻ്റെ സ്വദേശം കൊല്ലമാണ്. 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചതും കൊല്ലത്ത് തന്നെയാണ്. +1 +2 ആണ് ഞാനിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ ചെയ്യുന്നത്. ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ്. കല്യാണി, സ്വാഗതം സ്മാർട്ട് ബ്രെയിൻ സീസൺ 6ന്റെ ഈ ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക്. കണ്ടസ്റ്റന്റ് 2. നമസ്കാരം, ഞാൻ അനന്ത പത്മനാഭൻ, 9ാം ക്ലാസ് വിദ്യാർത്ഥി. സെയിൻറ്റ് ജോസഫ് സെൻട്രൽ സ്കൂളിൽ നിന്ന് വരുന്നു. മുണ്ടക്കയത്തിൽ നിന്നാണ് എൻ്റെ സ്വദേശം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മുണ്ടക്കയത്ത് നിന്ന് വരുന്ന അനന്ത പത്മനാഭൻ. വെൽക്കം ടു സ്മാർട്ട് ബ്രെയിൻ സീസൺ 6. തേർഡ് കണ്ടസ്റ്റന്റ്. നമസ്കാരം, എൻ്റെ പേര് സൗരഭ് സതീഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് VR അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാടിലെ ബയോളജി സയൻസ് +1 വിദ്യാർത്ഥിയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ നിന്ന് വരുന്ന സൗരഭ് സതീഷ്, +1കാരൻ. സൗരഭ്, വെൽക്കം ടു സ്മാർട്ട് ബ്രെയിൻ സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക്. 3 പേർ, കല്യാണി, അനന്ത പത്മനാഭൻ ആൻഡ് സൗരഭ്, 3 പേരും മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് മത്സരത്തിലേക്ക് പോകാം. ഈ മത്സരത്തിൽ 3 റൗണ്ടുകളാണ് ഉണ്ടാവുക. ലോക്കർ റൗണ്ട്, ചൂസ് ഔട്ട് റൗണ്ട് ആൻഡ് ഫാസ്റ്റ് ഹിറ്റ് റൗണ്ട്. ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് പോകാം. റെഡിയാണോ? Then we are moving to first round of this competition, locker round. ഈ ലോക്കർ റൗണ്ടിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 4 കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. 4 പേർക്കും ഉത്തരം എഴുതാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ, നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്ന പേപ്പറിൽ ഉത്തരങ്ങൾ 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ട് എഴുതുക. ശരി ഉത്തരമാണെങ്കിൽ 10 മാർക്ക്, തെറ്റുത്തരത്തിന് -മാർക്ക് ഇല്ല. പക്ഷേ ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ വാല്യൂ ചെയ്യുന്നത് 3rd റൗണ്ടിന് ശേഷമായിരിക്കും. ഈ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതി കടലാസ് ലോക്കറിൽ നിക്ഷേപിക്കുന്നു. ആഫ്റ്റർ ദ 3rd റൗണ്ട് ഈ ഉത്തരങ്ങൾ വാല്യൂ ചെയ്ത് നിങ്ങളുടെ മാർക്ക് പറയും. റെഡി? ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്, എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇനി 4 ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. യെസ്, ലോക്കർ റൗണ്ടിലെ ഈ മത്സരത്തിലെ ആദ്യത്തെ ചോദ്യം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? The National Institute of Nutrition is located in option A, Hyderabad, option B, Kolkata, option C, Trivandrum and option D, Bangalore. Hyderabad, Kolkata, Thiruvananthapuram and Bangalore. 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും ഉത്തരം എഴുതി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നല്ല കാഴ്ചശക്തിക്ക് അത്യാവശ്യമായ ഒരു വിറ്റാമിനായ ഇത് റോഡോപ്സിൻ എന്ന പ്രോട്ടീൻ്റെ ഒരു ഘടകമാണ്. ഏതാണ് ഈ വിറ്റമിൻ? ഇറ്റ് ഈസ് എ വൈറ്റമിൻ വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ഗുഡ് വിഷൻ. ഇറ്റ് ഈസ് എ കമ്പോണന്റ് ഓഫ് ദ പ്രോട്ടീൻ റോഡോപ്സിൻ വിച്ച് അലൗസ് ദ ഐ ടു സീ ഇൻ ലോ ലൈറ്റ് കണ്ടീഷൻസ്. ഐഡന്റിഫൈ ഇറ്റ്. ഓപ്ഷൻസ്: വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ എ. ഈ 4 വൈറ്റമിൻസിൽ ഏതാണ് കാഴ്ചശക്തിക്ക് അത്യാവശ്യമായ വൈറ്റമിനാണ്? മൂന്നാം ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇറ്റാലിയൻ നഗരമായ വെനീസ് കനാലുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഏത് ഇറ്റാലിയൻ നഗരമാണ് 7 കുന്നുകളുടെ നഗരം എന്ന് അറിയപ്പെടുന്നത്? വെനീസ്, an Italian city known as City of Canals, but which Italian city is known as City of 7 Hills? Florence, Rome, Milan, Naples. 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ സിറ്റി ഓഫ് 7 ഹിൽസ് എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ഉത്തരങ്ങൾ എഴുതുന്ന തിരക്കിലാണ് നമ്മുടെ മത്സരാർത്ഥികൾ.
ആലോചിച്ച് ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യെസ്, 4th ക്വസ്റ്റ്യൻ. സൗമേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച പാർട്ടിയുടെ പേരെന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ടി ഫൗണ്ടഡ് ബൈ സൗമേന്ദ്രനാഥ് ടാഗോർ? ഓപ്ഷൻ എ ഇന്ത്യൻ ബോൾഷെവിക് പാർട്ടി, ഓപ്ഷൻ ബി റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഓപ്ഷൻ സി ബോൾഷെവിക് ലെനിനിസ്റ്റ് പാർട്ടി ആൻഡ് ഓപ്ഷൻ ഡി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി. ഇതിൽ ഏതാണ് സൗമേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച പാർട്ടി? ആദ്യത്തെ റൗണ്ടിലെ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. 3 പേരും 4 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി. ഇനി ഉത്തരങ്ങൾ നമുക്കിവിടെ ലോക്കറിൽ നിക്ഷേപിക്കുന്നതിനുള്ള സമയമാണ്. 4 പേരും അവരുടെ ഉത്തരങ്ങൾ പേപ്പർ മടക്കി ഈ ലോക്കറിലേക്ക് നിക്ഷേപിക്കുക. ലോക്കർ റൗണ്ടിൽ ഇനി ഇതിൻ്റെ ഉത്തരങ്ങൾ വാല്യൂ ചെയ്യുന്നത് 3ാമത്തെ റൗണ്ടിന് ശേഷമാണെങ്കിലും നമുക്കിപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ എന്താണ് എന്ന് ഒന്ന് നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നായിരുന്നു ചോദ്യം. ICMR കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ് എന്ന സ്ഥലത്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഏത് വിറ്റാമിനാണ് നല്ല കാഴ്ചശക്തിക്ക് അത്യാവശ്യമായ ഈ റോഡോപ്സിൻ എന്ന പ്രോട്ടീൻ്റെ ഒരു ഘടകമായ വിറ്റാമിൻ? നല്ല കാഴ്ചശക്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടേണ്ടതാണ് വൈറ്റമിൻ എ ആണ് ഇതിൻ്റെ ഉത്തരം. തേർഡ് ക്വസ്റ്റ്യൻ. ഇറ്റാലിയൻ നഗരമായ വെനീസ് കനാലുകളുടെ നഗരം, പക്ഷേ 7 കുന്നുകളുടെ നഗരം ഏതാണ്? സിറ്റി ഓഫ് 7 ഹിൽസ്. എല്ലാവരും എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ മുതൽ പ്രധാനമായും, അതാണ് ആദ്യത്തെ ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഇപ്പോൾ പ്രധാനമായിട്ടും എഴുതുന്നത്, അത് മുതൽ എല്ലാ എക്സാംസിനും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ചോദ്യമാണ് സിറ്റി ഓഫ് 7 ഹിൽസ് ഏതാണെന്നുള്ളത്. റോം ഈസ് ദ ആൻസർ. അത് റോം പണിതിരിക്കുന്നത് തന്നെ 7 കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശത്താണ്. അതുകൊണ്ടാണ് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന് വരെ പറയുന്നത്. ആ 7 കുന്നുകളുടെ ഇടയ്ക്ക് റോം പണിതെടുക്കാൻ അന്നത്തെ ഭരണാധികാരികൾ വളരെയധികം പ്രയാസം സഹിച്ചു, വളരെ ബുദ്ധിമുട്ടി. പക്ഷേ മനോഹരമായ റോമ സാമ്രാജ്യം പടുത്തുയർത്തി. ആ റോമാണ് ഇതിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൗമേന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച പാർട്ടി. സൗമേന്ദ്രനാഥ് ടാഗോർ എന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗ്രാൻഡ് നെഫ്യൂ ആണ്. സൗമേന്ദ്രനാഥ് ടാഗോർ അദ്ദേഹമാണ് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഫസ്റ്റ് റൗണ്ട്, ഈ മത്സരത്തിലെ ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് 2ാമത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപായി എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. ജനം TV presents സ്മാർട്ട് ബ്രെയിൻ സീസൺ 6. നോളജ് പാർട്ട്ണർ സ്റ്റഡി അറ്റ് ചാണക്യ, അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആകാശ്, ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാണ ഇൻസൈറ്റ്. 2ാമത്തെ റൗണ്ടിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. 2ാമത്തെ റൗണ്ട് എ വെരി ഇൻട്രസ്റ്റിംഗ് റൗണ്ട്, ചൂസ് ഔട്ട് റൗണ്ട്. 2ാമത്തെ റൗണ്ടിൻ്റെ പേരാണ് ചൂസ് ഔട്ട്. ഈ ചൂസ് ഔട്ട് എന്ന് പറയുന്ന റൗണ്ട് പേര് പോലെ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന റൗണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഏത് ചോദ്യം വേണം എന്നുള്ളത് ചോദ്യ നമ്പർ നിങ്ങൾക്ക് തീരുമാനിക്കാം. 6 ചോദ്യ നമ്പറുകൾ ഇവിടെ സ്ക്രീനിൽ തെളിയും. ഇതിൽ നിങ്ങൾക്ക് ഏത് നമ്പറാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. കണ്ടസ്റ്റൻറ്റ് 1, 2, 3 എന്ന ഓർഡറിലായിരിക്കും ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നത്. ഈ റൗണ്ടിലെ ചോദ്യങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നയാൾ ഉത്തരം പറഞ്ഞാൽ +10, മൈനസ് മാർക്കില്ല. അത് ഇൻഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ബസർ പ്രസ് ചെയ്യാം. ബസർ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ അതിൻ്റെ ഉത്തരം എഴുതാം. എഴുതുന്ന ഉത്തരം ശരിയാണെങ്കിൽ +5, തെറ്റാണെങ്കിൽ -3. കല്യാണിക്കാണ് ആദ്യത്തെ അവസരം. ഏത് ചോദ്യങ്ങൾ വേണം? Question number 3. Then 2 questions. Question number 5. 3 and 5. 3ാമത്തെ ചോദ്യം 5ാമത്തെ ചോദ്യമാണ് കല്യാണി ചോദിച്ചിരിക്കുന്നത്. കല്യാണിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം, 3rd question. ആരാണ് ലോക് ഹിത്വാദി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടത്? Who was known by the nickname ലോക് ഹിത്വാദി?
ഓപ്ഷൻ എ ഗോപാൽ ഹരി ദേശ്മുഖ്, ഓപ്ഷൻ ബി മഹാദേവ് ഗോവിന്ദ് റാനഡെ, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ ആൻഡ് ഓപ്ഷൻ ഡി ബാൽ ഗംഗാധർ തിലക്. അനന്തപത്മനാഭൻ, സൗരഭ് അറിയാമെങ്കിൽ ബസറിൽ ഉത്തരം അറിയാമെന്ന് ക്ലെയിം ചെയ്യാം. കല്യാണിയോടാണ് നേരിട്ടുള്ള ചോദ്യം. ലോക് ഹിതവാദി, ഇതിലാരാണ് ലോക് ഹിതവാദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി മഹാദേവ് ഗോവിന്ദ് റാനഡെ എന്ന കല്യാണി പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ ഗോപാൽ ഹരി ദേശ്മുഖാണ് ശരിയായ ഉത്തരം. മഹാരാഷ്ട്രയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമർ ആയിരുന്നു. അദ്ദേഹം ഒരു വീക്ക്ലി ന്യൂസ് പേപ്പറിൽ, പ്രഭാകർ എന്ന വീക്ക്ലി ന്യൂസ് പേപ്പറിൽ ലോക് ഹിതവാദി എന്ന പേരിൽ ആർട്ടിക്കിൾസ് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോക് ഹിതവാദി എന്ന പേരിൽ പിന്നീട് വിളിച്ചത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ആൻസർ, മാർക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് നോക്കാം അടുത്ത ഉത്തരം എങ്ങനെയായിരിക്കും. അടുത്ത ചോദ്യത്തിന് 10 മാർക്ക് കിട്ടുമോ അതോ വേറെ ആരെങ്കിലും 5 മാർക്ക് ബോണസായിട്ട് എടുക്കാനാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹിന്ദി ഭാഷാ ചലച്ചിത്ര വ്യവസായത്തിലെ കലാപരവും സാങ്കേതികവുമായ മികവിനെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടം അവാർഡുകളാണ് ഫിലിം ഫെയർ അവാർഡുകൾ. ഏത് വർഷം മുതലാണ് ഇത് ആരംഭിച്ചത്? ഇൻ വിച്ച് ഇയർ ഫിലിം ഫെയർ അവാർഡ്സ് സ്റ്റാർട്ടഡ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1952, ഓപ്ഷൻ ബി 1964, ഓപ്ഷൻ സി 1954 ആൻഡ് ഓപ്ഷൻ ഡി 2003. കല്യാണിയോടാണ് ഡയറക്റ്റ് ചോദ്യം. മറ്റ് 2 പേർക്കും ഉത്തരം അറിയില്ല അല്ലെങ്കിൽ ഉറപ്പില്ല, അതുകൊണ്ട് അവർ ബസർ പ്രസ് ചെയ്യുന്നില്ല. കല്യാണിക്ക് ഉത്തരം പറയാം. ഓപ്ഷൻ സി 1954. ഓപ്ഷൻ സി 1954 വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. അറിയാമോ ശരിക്കും അതോ ഗസ്സാണോ? കറക്കി കുത്തിയതാണ്. പക്ഷേ ആ കറക്കി കുത്ത് 10 മാർക്കാണ് കൊണ്ടുവന്നത്. റൈറ്റ് ആൻസർ 1954 ഫിലിം ഫെയർ അവാർഡ് തുടങ്ങിയത്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു കറക്കിക്കുത്ത്? വളരെ എനിക്ക് പറഞ്ഞപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്ന പോലെ തോന്നിയത്. ടൈം ലൈൻ എനിക്ക് ഏകദേശം അറിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതിൽ 52 54 തമ്മിൽ 54നെ സെലക്ട് ചെയ്തു. വെരി ഗുഡ്, വെൽ ട്രൈഡ്. കല്യാണി ശരി ഉത്തരം പറഞ്ഞു. 50-50 ചാൻസ് എടുത്തു അല്ലേ? യെസ്. കല്യാണി ഹ്യൂമാനിറ്റീസ് ആണ് ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോൾ സിവിൽ സർവീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണോ എടുത്തിരിക്കുന്നത്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. ഓക്കെ. അപ്പം +2 കഴിഞ്ഞിട്ട് ദേശീയ നിയമ സർവകലാശാലയിലേക്കുള്ള ക്ലാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം എഴുതി ഒരു അഡ്വക്കേറ്റ് ആവണം എന്നാണ് ആഗ്രഹം. അതിനുശേഷം സിവിൽ സർവീസ് എഴുതി ഒരു IFS ഓഫീസർ ആവണം, അതാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ്. IFS ഓഫീസർ, സിവിൽ സർവീസിൽ തന്നെ IFS വേണമെന്ന് കൃത്യമായ ലക്ഷ്യം ഇപ്പോഴേ മുൻകൂട്ടി നിശ്ചയിച്ചു. വളരെ കൃത്യമായ ലക്ഷ്യങ്ങൾ നമ്മളെ നല്ല നേട്ടങ്ങളിലേക്ക് നയിക്കട്ടെ. ഇപ്പോഴേ ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ ഇപ്പോഴേ കണ്ട് ആസൂത്രണം ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ. കല്യാണിയുടെ 2 അവസരങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ റെഡിയാണോ? ആലോചിച്ചിട്ടുണ്ടോ ഏത് ചോദ്യം വേണമെന്ന്? യെസ്. ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. 2. യെസ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 4. 2 and 4. 2, 4 ചോദ്യങ്ങളാണ് അനന്തപത്മനാഭന് വേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 2 ഫോർ അനന്തപത്മനാഭൻ. റോബർട്ട് എൽ സിൻഷൈമർ എന്ന ശാസ്ത്രജ്ഞൻ തുടക്കം കുറിച്ച ശാസ്ത്രീയ പദ്ധതി ഏതാണ്? വിച്ച് സയന്റിഫിക് പ്രോജക്ട് വാസ് സ്റ്റാർട്ടഡ് ബൈ ആൻ ഇന്റർനാഷണലി അക്ലെയിംഡ് സയന്റിസ്റ്റ് റോബർട്ട് എൽ സിൻഷൈമർ? ഓപ്ഷൻ എ ഹ്യൂമൻ ജീനോം പ്രോജക്ട്, ഓപ്ഷൻ ബി ഗ്രീൻ റവല്യൂഷൻ, ഓപ്ഷൻ സി വൈറ്റ് റവല്യൂഷൻ പ്രോജക്ട് ആൻഡ് ഓപ്ഷൻ ഡി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പ്രോജക്ട്. ഓപ്ഷൻ ബി ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ എന്നാണ് അനന്തപത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. അനന്തപത്മനാഭൻ, യുവർ ആൻസർ ഈസ് റോങ്. ഗ്രീൻ റവല്യൂഷൻ അല്ല. അദ്ദേഹം ഉൾപ്പെട്ട പദ്ധതി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, HGP എന്ന പേരിൽ അറിയപ്പെടുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ അനന്തപത്മനാഭൻ. ചമയങ്ങൾ എന്നത് ഏത് പ്രശസ്ത മലയാള നടന്റെ ഓർമ്മക്കുറിപ്പുകളാണ്? വെരി ബ്യൂട്ടിഫുൾ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. വിച്ച് മലയാളം ആക്ടർ റോഡ് ദ മെമ്മോയർ ചമയങ്ങൾ? ഓപ്ഷൻ എ തിലകൻ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി മോഹൻലാൽ ആൻഡ് ഓപ്ഷൻ ഡി ശ്രീനിവാസൻ. 4 പ്രമുഖ നടന്മാരുടെ പേരുകളാണ്. ഇതിലാരാണ് ചമയങ്ങൾ എന്ന പ്രശസ്ത ഓർമ്മക്കുറിപ്പുകൾ എഴുതിയ നടൻ എന്നാണ് ചോദ്യം. എന്താണ് അനന്തപത്മനാഭന് തോന്നുന്നത്? ഓപ്ഷൻ എ. ഓപ്ഷൻ എ തിലകൻ എന്നാണ് അനന്തപത്മനാഭൻ പറഞ്ഞത്.
കല്യാണിയും സൗരഭും ക്ലെയിം ചെയ്യുന്നില്ല അല്ലേ? ഒരു ചോദ്യത്തിനും നിങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്നില്ല, മൈനസിലേക്ക് പോകുമോ എന്നൊരു പേടി. കല്യാണിക്ക് ഇതിലൊരു സംശയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അനന്തപത്മനാഭൻ്റെ ഉത്തരം പറയുന്നതിന് മുൻപ് ഞാൻ കല്യാണിയോട് ചോദിക്കുന്നു, കല്യാണിക്ക് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും മാർക്കൊന്നുമില്ല. കല്യാണിയാണ് ഇത് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് ഓപ്റ്റ് ചെയ്തേനെ? മോഹൻലാൽ. മോഹൻലാൽ. ശരി, സൗരഭിനൊരു ചാൻസ്. സൗരഭ് ഏത് ഓപ്റ്റ് ചെയ്തേനെ? മോഹൻലാൽ. സൗരഭും കല്യാണിയും മോഹൻലാൽ ഓപ്റ്റ് ചെയ്തേനെ. അനന്തപത്മനാഭൻ ഓപ്റ്റ് ചെയ്തത് തിലകനാണ്. ഓൾ 3 ആൻസേഴ്സ് റോങ്. റൈറ്റ് ആൻസർ ഈസ് മമ്മൂട്ടി. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ചമയങ്ങൾ എന്നറിയപ്പെടുന്നത്. മമ്മൂട്ടിയിലേക്ക് മാത്രം ആരും പോയില്ല അല്ലേ? യെസ്. ദെൻ 2 ക്വസ്റ്റ്യൻസ് അനന്തപത്മനാഭൻ്റെ ചാൻസ് കഴിഞ്ഞു. അടുത്തത് സൗരഭിനുള്ള ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് സൗരഭിനുള്ള ക്വസ്റ്റ്യൻസ്? 1, 6. റെഡിയാണോ? മറ്റ് 2 പേരും ബസറിൽ റെഡിയാണോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തിടെ ഏത് രാജ്യത്തിനൊപ്പമാണ് ഇന്ത്യ അൽ മൊഹദ് അൽ ഹിന്ദി 2021 എന്ന നാവികാഭ്യാസം നടത്തിയത്? അൽ മൊഹദ് അൽ ഹിന്ദി, ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത നാവികാഭ്യാസം ആലോചിച്ച് നോക്കുക. അത് ഇതിൽ ഏത് കൺട്രിയുമായിട്ട് സഹകരിച്ചാണ് ഇന്ത്യ നടത്തിയത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഓപ്ഷൻ ബി സൗദി അറേബ്യ, ഓപ്ഷൻ സി ഖത്തർ ആൻഡ് ഓപ്ഷൻ ഡി ഒമാൻ. ഇതിൽ ഏത് രാജ്യമാണ്? ഓപ്ഷൻ എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓപ്ഷൻ എ UAE ആണ് സൗരഭ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. സൗരഭ്, യുവർ ആൻസർ ഈസ് ഇൻകറക്റ്റ്. ശരി ഉത്തരം സൗദി അറേബ്യ. സൗദി അറേബ്യയുമായി സഹകരിച്ചാണ്. അൽ ഹിന്ദി അൽ മൊഹദ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതായാലും ഒരു ഗൾഫ് രാജ്യമായിരിക്കും ഇതിന് സാധ്യത എന്ന് നമുക്കറിയാം. പക്ഷേ 4 ഓപ്ഷൻസും ഗൾഫ് രാജ്യമായിരുന്നത് കൊണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഉത്തരം തെറ്റായിരുന്നു. ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ് ശരി ഉത്തരം. സാരമില്ല, ഇനിയും ഒരു ചോദ്യം കൂടിയുണ്ട്. അതിന് 10 മാർക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. റെഡി? എങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയാണ് റേഡിയോ ക്യാമ്പസ് 90.4 FM എന്ന കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്. ഏതാണ് ഈ യൂണിവേഴ്സിറ്റി? റേഡിയോ ക്യാമ്പസ് 90.4 FM is a community radio station. It is the first radio station set up by and run by an Indian university. Identifies that university. Radio Campus 90.4 FM. Option A University of Delhi, option B Jawaharlal Nehru University, option C Kerala University and option D Sardar Patel University. ഈ 4 ഓപ്ഷൻസിൽ ഈ റേഡിയോ ക്യാമ്പസ് 90.4 കേട്ടിട്ടുണ്ടോ ഇതിനു മുൻപ്? കേട്ടിട്ടില്ല. അപ്പോൾ ഇനി ഏതായാലും ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്താണ്? ഒരു കറക്കിക്കുത്ത് അല്ലേ? ആ കറക്കിക്കുത്തിൽ ഏതിലേക്കാണ് പോകുന്നത്? ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ ബി JNU, വിശ്വപ്രസിദ്ധമായ അല്ലേ JNUവിലേക്കാണ് സൗരഭിൻ്റെ ആ നോട്ടം ചെന്നിരിക്കുന്നത്. സൗരഭിൻ്റെ ആൻസർ JNU ഈസ് റോങ്. റൈറ്റ് ആൻസർ ഈസ് സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. ഗുജറാത്തിലെ പ്രശസ്ത സർവകലാശാലയായ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി, മഹാനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള ഈ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ഉത്തരമായി വന്നത്. 2 ഉത്തരങ്ങളും തെറ്റായിപ്പോയി. സാരമില്ല, നമുക്കിനിയും ഒരു റൗണ്ട് കൂടിയുണ്ട്. തേർഡ് റൗണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? തേർഡ് റൗണ്ടിലേക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് ഹിറ്റ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഫാസ്റ്റ് ഹിറ്റ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള. വെൽക്കം ബാക്ക്. ജനം TV അവതരിപ്പിക്കുന്ന സ്മാർട്ട് ബ്രെയിൻ സീസൺ 6 നോളജ് പാർട്ട്ണർ സ്റ്റഡി അറ്റ് ചാണക്യ, അസോസിയേറ്റ് പാർട്ട്നേഴ്സ് ആകാശ്, ഓർഡിനറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പ്രാണ ഇൻസൈറ്റ്. 3ാമത്തെ റൗണ്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഈ മത്സരത്തിലെ അവസാനത്തെ റൗണ്ടാണ്. അവസാനത്തെ റൗണ്ട് ഫാസ്റ്റ് ഹിറ്റ് റൗണ്ട്. തേർഡ് റൗണ്ട് ഫാസ്റ്റ് ഹിറ്റ്. വളരെ ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യേണ്ട റൗണ്ടാണിത്. വളരെ ഫാസ്റ്റായിട്ട് മീൻസ് അറിയാമെങ്കിൽ, അറിയില്ലെങ്കിൽ ഇതിന് -10 ഉണ്ട്. ബസർ റൗണ്ടാണ്. ഉത്തരം തെറ്റാണെങ്കിൽ -5 ആണ്. പക്ഷേ ശരിയാണെങ്കിൽ 10 മാർക്കാണ്. യെസ്, പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ ബസർ. ബി റെഡി. ആക്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഉത്തരങ്ങൾ ലോക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. ഫാസ്റ്റ് ഹിറ്റ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
ഏത് ഇന്ത്യൻ പോർട്ട് ട്രസ്റ്റിനെയാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്തത്? വിച്ച് ഇന്ത്യൻ പോർട്ട് ട്രസ്റ്റ് ഹാസ് ബീൻ റിനെയിംഡ് ആസ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്? ഓപ്ഷൻസ്: എ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ്, ഓപ്ഷൻ ബി പാരദീപ് പോർട്ട് ട്രസ്റ്റ്, ഓപ്ഷൻ സി കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി വിശാഖപട്ടണം പോർട്ട് ട്രസ്റ്റ്. ബസർ പ്രസ് ചെയ്തിരിക്കുന്നത് കല്യാണിയാണ്. കല്യാണി, ഇതിലേതാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ്. ഓപ്ഷൻ എ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് ആണ്. എന്തുകൊണ്ടാണത് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്നാക്കിയത്? മുഖർജി എന്ന് പറയുന്നത് പൊതുവെ ബംഗാളികളുടെ ഒരു സർനെയിമാണ്. അപ്പോൾ അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഉത്തരം കണ്ടപ്പോൾ കൊൽക്കത്ത. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മുഖർജി ഒരു വെസ്റ്റ് ബംഗാളിലെ അല്ലെ ഒരു ബംഗാളി ചായവുള്ള പേരാണ്. അതുകൊണ്ട് അറിയില്ലെങ്കിലും കൊൽക്കത്തയാകാം കൂടുതൽ സാധ്യത എന്ന് കരുതി ഒരു റിസ്ക് എടുത്തു. പക്ഷേ റിസ്ക് തെറ്റാണെങ്കിൽ -5 കിട്ടിയാലും കുഴപ്പമില്ല. ഇല്ല, +10 ആണെങ്കിലും -5 ആണെങ്കിലും സ്വീകരിക്കാൻ 2 കൈ നീട്ടി റെഡി ആയിട്ട് നിൽക്കുന്ന കല്യാണിക്ക് ഇതാ +10. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റാണ് ആ ഒരു അനാലിസിസ് അല്ലേ. മറ്റ് രണ്ടുപേരും ചിന്തിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു. മുഖർജി എന്ന് കേട്ടപ്പോൾ തന്നെ അതിനൊരു കൊൽക്കത്തയുമായിട്ട് അല്ലെങ്കിൽ ബംഗാളുമായിട്ടുള്ള ഒരു സാമ്യം കണ്ടെത്തി ആ ആൻസറിലേക്ക് എത്തി. അത് നേടിത്തരുന്നു വിലപ്പെട്ട 10 പോയിന്റ്. വെരി ഗുഡ്, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. നല്ലൊരു അനാലിസിസ് ആയിരുന്നത്. എക്സലൻറ്റ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി റെഡി. ലാസ ഗോങ്കർ വിമാനത്താവളം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ലാസ ഗോങ്കർ എയർപോർട്ട്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി? ഇന്ത്യ, ചൈന, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ. ഇതിലേത് രാജ്യത്താണ് ലാസ ഗോങ്കർ? ഇതിനെപ്പറ്റി ഈ അടുത്തിടെയൊക്കെ പത്രങ്ങളിലുണ്ടായിരുന്നു. ആർക്കെങ്കിലും ലോക്ക് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ട്രൈ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബസർ പ്രസ് ചെയ്യാം. 3 പേരും ആലോചിക്കുന്നു. സൗരഭിനൊരു ആലോചനയുണ്ട്, പക്ഷേ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ശരി സൗരഭ്, ഇനി മാർക്കില്ല. സൗരഭ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കും. അഫ്ഗാനിസ്ഥാൻ. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ സൗരഭിനൊരു തോന്നൽ, അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ എന്ന്. അഫ്ഗാനിസ്ഥാൻ അല്ല, ചൈന ആണ് ശരി ഉത്തരം. ചൈന. ഈയിടെ ചൈനയുമായിട്ട് ഇന്ത്യ കുറച്ച് സൈനിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്തിന് ശേഷമാണ് ലാസ ഗോങ്കാർ വിമാനത്താവളം ചൈനീസ് അധിഷ്ഠിത പ്രദേശമായ ടിബറ്റിൽ വന്നത്. ഇന്ത്യയുടെ നേരെ മുകളിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒരു ടെൻഷൻ. അതാണ് അടുത്തിടെ ഇത് വാർത്തകളിൽ നിറയാനുള്ള കാരണം. നമുക്ക് പോകാം ഈ റൗണ്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പബ്ലിക് ദിന ഫ്ലൈ പാസ്റ്റിൽ പങ്കെടുത്ത ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ്? Who became the first woman fighter pilot to participate in the Republic Day Fly Past? Option A, Bhavana Kant. Option B, Shalisa Dhami. Option C, Avani Chaturvedi. And option D, Mohana Singh Jitarwal. 3 പേരും ആലോചിക്കുന്നുണ്ട്, പക്ഷേ ബസറിലേക്ക് പോകാനുള്ള ധൈര്യമായിട്ടില്ല. ഭാവന കാന്ത്, ഷലീസ ധാമി, അവണി ചതുർവേദി, മോഹന സിംഗ് ജിതർവാൾ. 5, 4, 3, 2, 1. ലാസ്റ്റ് മൊമെന്റ് വരെ അനന്തപത്മനാഭനൊരു താല്പര്യമുണ്ടായിരുന്നു പ്രസ് ചെയ്യണമെന്ന്, പക്ഷേ സമയം കഴിഞ്ഞു. എനിവേ, അനന്തപത്മനാഭൻ, ഏതായിരുന്നു അനന്തപത്മനാഭന്റെ മനസ്സിലുള്ള ആ ഉത്തരം? ഓപ്ഷൻ സി. ഓപ്ഷൻ സി, ആവണി ചതുർവേദി. അനന്തപത്മനാഭൻ, യു ആർ വെരി ലക്കി. ഇറ്റ് വാസ് ദ റോങ് ആൻസർ. റൈറ്റ് ആൻസർ ഈസ് ഭാവന കാന്ത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫൈറ്റർ പൈലറ്റുമാരിൽ ഒരാളാണ് ഭാവന കാന്ത്. 3 ചോദ്യ ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട് അല്ലേ? ഇതിൻ്റെ അവസ്ഥ എന്താണ്? ലോക്കറിൽ ഇടുന്നപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു? നമുക്ക് എത്ര മാർക്കായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് അറിയേണ്ടത്. നമുക്ക് ലോക്കർ നോക്കാം. ലോക്കറിൽ സൂക്ഷിച്ച ഉത്തരങ്ങൾ ഇവയാണ്. ആദ്യത്തെ കാർഡ് സൗരഭ് സതീഷ്. സൗരഭ്,
questions 1, 2, 3. You wrote right answers. You got 30 points in first round. Well done. കല്യാണിക്ക് എത്ര പോയിന്റ് കിട്ടും ഫസ്റ്റ് റൗണ്ടിൽ? 30 points. Correct. 1, 2 and 3. Kalyani also wrote the same answers. 30 points for Kalyani. And Ananda Padmanabhan. Actually, it is very tight. Ananda Padmanabhan also got 30 marks. 3 പേരും ആദ്യത്തെ 3 ചോദ്യങ്ങളും ശരിയായിട്ടാണ് എഴുതിയത്. Only the 4th question was wrong. നന്നായിട്ട് മത്സരിച്ചു ഫസ്റ്റ് റൗണ്ടിൽ. ഇനി ഈ റൗണ്ടുകളുടെ എല്ലാം മാർക്ക് കൂട്ടി നോക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ സ്കോർ എന്ന് നോക്കാം. ആരാണ് ഈ എപ്പിസോഡിലെ വിജയി എന്ന് നമുക്ക് നോക്കാം. കണ്ടസ്റ്റന്റ് 1 കല്യാണി ഗോട്ട് 50 points. Kalyani, well done. And contestant 2 Ananda Padmanabhan got 30 marks. Not bad. തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. 1-2 ബസറിൽ ചിലപ്പോൾ ഒപ്പം എത്താമായിരുന്നു. എങ്കിലും നല്ല മത്സരമായിരുന്നു. 30. വെരി ഗുഡ്. ആൻഡ് സൗരഭ് contestant 3 got 30. 2 പേരും ഈക്വലാണ്. ഫസ്റ്റ് റൗണ്ടിലെ പെർഫോമൻസ് ആണ് 2 പേർക്കും തുല്യമായ സ്കോർ സമ്മാനിച്ചത്. ബട്ട് മറ്റ് റൗണ്ടിലെ കുറച്ച് ചോദ്യങ്ങൾ കല്യാണി ശരിയാക്കി. അപ്പോൾ കല്യാണിയാണ് ഈ മത്സരത്തിലെ ഈ എപ്പിസോഡിലെ വിജയി. മറ്റ് 2 പേരും നന്നായിട്ട് പോരാടി. ഈ മത്സരം ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ അവസാനിക്കുന്നതിന് മുൻപ് നമ്മുടെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം. സമ്മാനദാനത്തിനായി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ വിനോദ് പിള്ള, VP Admin and Operations, Study at Chanakya, Sumati K, Academic Head, and Rijimol VJ, Senior Consultant. Welcome, sir. Congratulations and all the best for all contestants. അങ്ങനെ മറ്റൊരു മത്സരം ഇവിടെ അവസാനിക്കുന്നു. ജനം TV presents Smart Brain Season 6 Knowledge Partner Study at Chanakya. Associate Partners Akash, Oriental Group of Institutions and Prana Insight. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.